ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ തക്കാളി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ തക്കാളി മാത്രമല്ല, കൂടെ തന്നെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകളും കൂടി നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. തീരെ അങ്ങോട്ട് പച്ചയാവരുത്. അപ്പോൾ മീഡിയം സൈസിലുള്ള 3 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ തക്കാളി നല്ലപോലെ ഒന്ന് കഴുകി പതുക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തക്കാളിയുടെ പുറകിൽ ആ തോല് പതുക്കെ ഒന്ന് കത്തി വെച്ച് ഒന്ന് വകഞ്ഞു കൊടുക്കണം. നമുക്ക് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയേ. അപ്പോൾ ഒരുപാട് ആഴത്തിലെ തക്കാളിയുടെ ഉള്ളിലേക്ക് ദശയിലേക്ക് ഇറങ്ങി ചെന്ന് വരഞ്ഞു കൊടുക്കണ്ട. ജസ്റ്റ് ആ തൊലി മാത്രം പതുക്കെ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ ഒന്ന് ക്രോസായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന 3 തക്കാളി നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരുപാട് ഉള്ളിലേക്ക് ഇറക്കി ചെത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ പതുക്കെ ഒന്ന് ചെയ്താൽ മതി. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന 3 തക്കാളിയും നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരു 2-3 തലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ആ തോലൊക്കെ പതുക്കെ ഇങ്ങനെ വിട്ട് ഒന്ന് വന്നിട്ടുണ്ട്. തക്കാളി ആണെങ്കിലും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മുടെ ഈ തക്കാളി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പ്ലേറ്റിലിരിക്കുന്ന തക്കാളിയുടെ തീ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു ചൂടുണ്ട്. ആ സമയത്ത് എന്താ നമ്മൾ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ തൊലി ഉണ്ടല്ലോ, നമുക്കത് ഇതേപോലെ പതുക്കെ ഇങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആഴത്തിൽ അങ്ങ് ചെത്തണ്ട, ഇതേപോലെ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയെന്ന്. ഇതേപോലെ 3 തക്കാളിയുടെയും തൊലി നമുക്കിതങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യാനായിട്ട് നല്ല എളുപ്പമുണ്ടാവും, പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ 3 തക്കാളിയുടെയും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ചൂടില്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്യാനാണെങ്കിലും നല്ല എളുപ്പമുണ്ടാവും. കണ്ടോ, ഇതേപോലെ മാത്രം മതിയാവും. കാരണം ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി മിക്സിയുടെ ജാറിലേക്ക് നമ്മളങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ തക്കാളിയുടെ കൂടെ തന്നെ ഒരു 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി അരിഞ്ഞൊന്നും ചേർക്കണ്ട, ഇങ്ങനെ 2ആയിട്ട് തന്നെ നമ്മളങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും ആയിപ്പോണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. എരിവിന് വേണ്ടി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1 ടീസ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കാശ്മീർ റെഡ് ചില്ലി ആണ് എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൂടെ തന്നെ വേണ്ടത് നമ്മുടെ കായത്തിൻ്റെ പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെയും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ തക്കാളിയിൽ എന്തായാലും വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ തെരുതെരിപ്പോ കട്ടകളോ അങ്ങനെയൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ചെറിയൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഈ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന സാധാരണ അരിപ്പൊടി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതേ കപ്പിന് 1/2 കപ്പ് കടലമാവും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1/2 കപ്പിൻ്റെ അടുത്ത് കടലമാവാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാവേ. നമ്മുടെ ഈ പൊടിയുടെ കൂടെ തന്നെ നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ എള്ളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കറുത്ത എള്ള്, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഓരോ ടീസ്പൂൺ വീതം വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നന്നായിട്ട് മിക്സാക്കി വെച്ച ഈ പൊടിയിലേക്ക് തക്കാളിയുടെ ആ മിക്സ് കുറച്ചൊഴിച്ച് ശരിക്കും ഇതൊന്ന് കുഴച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കാരണം നമ്മുടെ അരിപ്പൊടിയുടെയും അതേപോലെ തന്നെ കടലമാവിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിനകത്തേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർക്കാതെയാണ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചായിട്ടൊന്ന് ഒഴിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൂടുതലും അല്ല, ഒരുപാട് വെള്ളം കുറവും ആവാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ എണ്ണയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയോ സാധാരണ ഓയിലോ നല്ലെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല.
അതും കൂടി ചേർത്ത് ഒന്നും കൂടി നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരിപാടി എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ തന്നെ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സേവനാഴി എടുക്കലാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ അതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് അച്ച് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സ്റ്റാറിൻ്റെ അച്ച് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അല്ല ഇതേപോലെ 3 ഹോളുള്ള അച്ചാണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ആദ്യം തന്നെ സ്റ്റാറിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവിൻ്റെ നേർപകുതി നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊരു മുറുക്കിൻ്റെ രൂപത്തിൽ ഇങ്ങാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സേവനാഴിയിൽ നിന്ന് ഒട്ടും തന്നെ വിട്ടു പോരുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ കുറച്ച് എണ്ണയൊന്ന് പറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വിട്ടു പോരാൻ എളുപ്പത്തിന്. അതിനുശേഷം ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പൂൺ നേരെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുറുക്കിൻ്റെ ഷേപ്പിൽ നമുക്കിതങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചുറ്റിച്ചെടുക്കാം. പക്ഷേ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നല്ല എളുപ്പമുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും അത് പതുക്കെ ഇങ്ങ് വിട്ടു പോകുന്നിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആയതിൻ്റെ പേരിലാണ് ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ നല്ല രീതിയിൽ തന്നെ നല്ല ഷേപ്പിൽ നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ 3 ഹോളിൽ നമ്മുടെ അച്ചാണ് എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ വലിയൊരു സ്പൂൺ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് നോക്കിയിട്ട് നല്ല പരുവത്തിന് ഒഴിക്കുകയാണെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് തീ ചൂടൊന്നും ആവരുത്തിട്ട്, ഒരു മീഡിയം മാത്രം മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്സ് ഇടുന്ന വഴി തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെക്കാതിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുറുക്ക് നമുക്ക് കിട്ടും. ഒരുപാട് കരിഞ്ഞു പോകാതെ അതുപോലെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു വശം റെഡിയായി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഈ സേവനാഴി ഉപയോഗിച്ച് ഈ മാവ് ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേവനാഴി ഉപയോഗിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് പോലെ റെഡിയാക്കിയിട്ട് അത് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ കറുമുറാന്ന് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ അരിപ്പൊടിയുടെയും കടലമാവിൻ്റെയും ഒക്കെ കൂടെ തക്കാളിയുടെ ടേസ്റ്റും കൂടി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള സ്നാക്സ് തന്നെയാണ്. ഒരുപാട് എരിവൊന്നുമില്ല, മാത്രമല്ല കായപ്പൊടിയുടെയും അതേപോലെ തന്നെ മുളക് പൊടിയുടെയൊക്കെ ചെറിയൊരു ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. കാരണം നമ്മളിവിടെ 2-3 ഷേപ്പിൽ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിലുള്ള മുറുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ആ അച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയുടെ ഫ്ലേവറുള്ള നമ്മുടെ ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെയും കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. അപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ച് നോക്കുക. നമുക്കിതേപോലുള്ള നല്ല പുതിയ വീഡിയോസിൻ്റെ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.